ട്രംപ് നിർത്തിയ വെടികളെല്ലാം പിന്നീട് പൊട്ടിച്ചിതറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എവിടെയൊക്കെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചോ അവിടെയെല്ലാം വീണ്ടും വലിയ ഘോര യുദ്ധമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാനിതാ വെടിനിർത്തിയിരിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞ് 5 മിനിറ്റ് തികയുന്നതിന് മുമ്പേ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറന്നു വരുന്നതും ഇന്ത്യ അതിനെ തകർക്കുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ഇന്ത്യ പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ഇതിൽ ഇടപെട്ടിട്ടേയില്ല, ഡൊണാൾഡ് ട്രംപ് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണ് എന്ന് ഇന്ത്യ പറഞ്ഞു. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപ് ഇതുപോലെ വെടിനിർത്തിയത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഡൊണാൾഡ് ട്രംപ് വെടി നിർത്തിയതിനു ശേഷം ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പറന്നു വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2 മണിക്കൂർ പോലും നീണ്ടു നിന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത്. വെടിനിർത്തൽ ആരംഭിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാനിയൻ മിസൈലുകൾ കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. എന്നിരുന്നാലും ഇറാൻ പ്രതിരോധ സേനയുടെ ജനറൽ സ്റ്റാഫ് ഇസ്രായേലിന്റെ ഈ അവകാശവാദം തള്ളിക്കളഞ്ഞു. തങ്ങളൊരു മിസൈൽ ആക്രമണവും നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അവർ അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. ഇറാന്റെ വെടിനിർത്തൽ ലംഘനങ്ങളെ വിമർശിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇറാൻ വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ തങ്ങളുടെ സൈന്യത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. വെടിനിർത്തൽ ആരംഭിച്ച് 2.5 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ ഇസ്രായേൽ പ്രതിരോധ സേന കണ്ടെത്തിയിട്ടുണ്ട്. വടക്കൻ ഇസ്രായേലിൽ സൈറനുകൾ മുഴങ്ങാൻ തുടങ്ങി. ഇസ്രായേൽ മിസൈൽ വെടിവെച്ചപ്പോൾ ഒരു സ്ഫോടന ശബ്ദവും കേട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്തായാലും ഇറാന്റെ ഈ ആക്രമണം വച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല. ഈ വെടിനിർത്തൽ ഇറാനും ഇസ്രായേലും രണ്ടുപേരും ഒരുമിച്ച് പിന്നീട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ എന്താ സംഭവിക്കുമെന്നറിയില്ല. കാരണം ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി വെടിനിർത്തലിന് 2 രാജ്യങ്ങളെയും വിളിച്ച് ചർച്ച നടത്തിയിട്ടൊന്നുമല്ല ഈ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. വരുന്ന മണിക്കൂറുകളിൽ ഈ വെടിനിർത്തൽ ഏത് തരത്തിൽ മാറും? വെടിനിർത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നില്ല അല്ലെങ്കിൽ വെടിവെക്കുന്നില്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഏത് നിമിഷവും ആ കരാർ ലംഘിക്കപ്പെടാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.